തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. എസ് സുജയ്ക്കെതിരെയാണ് നടപടി. സർക്കാർ നിർദ്ദേശപ്രകാരം മാനേജ്മെന്റാണ് സസ്പെൻഡ് ചെയ്തത്. കെ.ആർ. സാജു വിവരങ്ങൾ നൽകും. സാജു, നടപടിയെടുക്കാൻ മന്ത്രിയും സർക്കാരും നിർദ്ദേശം നൽകിയിരുന്നു. വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന മാനേജ്മെന്റിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ നടപടി? അനീഷ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായിരുന്നു തേവലക്കരയിലെ സംഭവത്തെക്കുറിച്ച്, വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിക്കാൻ ഇടയായ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇന്ന് രാവിലെ റിപ്പോർട്ട് നൽകിയത്. തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ യോഗം ചേർന്നു, ഉന്നതതല യോഗം ചേർന്നു. ആ ഉന്നതതല യോഗത്തിലായിരുന്നു പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാനുള്ള നിർദ്ദേശം മാനേജ്മെന്റിന് നൽകാനുള്ള തീരുമാനം എടുത്തത്. അത് മന്ത്രി പരസ്യമായി തന്നെ പിന്നീട് വിശദീകരിക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് മാനേജർ തുളസീധര പിള്ള ഇപ്പോൾ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. തേവലക്കര ബോയ്സ് ഗേൾസ് ഹൈസ്കൂൾ മാനേജറുടെ നടപടി ഉത്തരവ് എന്ന തലക്കെട്ടിലാണ് ആ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിൽ പ്രധാന അധ്യാപികയുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചു എന്ന് കൊല്ലം എഇഒയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നടപടി സ്വീകരിക്കുന്നു എന്നാണ് വിശദീകരിക്കുന്നത്. അതായത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേലവിലക്ക് ഏർപ്പെടുത്തുക എന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ ചട്ടപ്രകാരമുള്ള നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. എസ് സുജയെ മാറ്റി സസ്പെൻഡ് ചെയ്തുകൊണ്ട് പകരം ചുമതല സീനിയർ അധ്യാപികയായ ജി മോളിക്ക് നൽകിക്കൊണ്ടുമാണ് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ നടപടികൾ ഉണ്ടാവും. ഇനിയുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് സ്വീകരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ അവകാശ നിയമവും KER ചട്ടങ്ങളും പ്രകാരമുള്ള ചില നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന്റെ കാലതാമസം മാത്രമാണ് ആ നടപടിക്ക് ബാക്കി നിൽക്കുന്നത്. അതായത് സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. ആ സുരക്ഷാ പ്രോട്ടോകോൾ ഉറപ്പാക്കേണ്ട ചുമതല ഉണ്ടായിരുന്നത് എഇഒയ്ക്കാണ്. എഇഒ ആന്റണി പീറ്ററോട് വിശദീകരണം ചോദിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ആ വിശദീകരണം ലഭിക്കുന്ന മുറയ്ക്ക് എഇഒയ്ക്കെതിരെയും നടപടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ മാനേജ്മെന്റിനോട് നടപടിയെടുക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ 3 ദിവസത്തിനകം ബോധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് മാനേജ്മെന്റ് നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം മാനേജ്മെന്റിന്റെ അംഗീകാരം റദ്ദാക്കാൻ പോലുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് ഉണ്ട്. അപ്പോൾ അക്കാര്യത്തിൽ ഏതറ്റം വരെയും സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ പോകുമെന്നാണ് ഇനി അറിയേണ്ടതുണ്ട്. നമുക്കറിയാം, ഇതൊരു ജനകീയ മാനേജ്മെന്റ് ആണ് എന്നൊക്കെ സർക്കാർ അവകാശപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഇതിന്റെ തലപ്പത്തുള്ളയാൾ CPMന്റെ പ്രാദേശിക നേതാവ് കൂടിയാണ്. അതിനാൽ ഏതർത്ഥം വരെയും ഈ നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോഴും വിദ്യാഭ്യാസ മന്ത്രി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അധ്യാപകരുടെയും മറ്റും ഉദ്യോഗസ്ഥരുടെയും ആത്മവീര്യം തകർക്കാത്ത രീതിയിലായിരിക്കും നടപടികൾ എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വിശദീകരിച്ചിരുന്നു. അതിനിടയിലും എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്താലും ചിലർക്ക് ശമ്പളം മാത്രം കിട്ടിയാൽ മതി എന്ന ഒരു രീതിയുണ്ട്. അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന കാര്യവും വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും ഇനി നടപടിയെടുക്കാനുള്ളവർക്കെതിരെയും കർശനമായ നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിന് പോകേണ്ടി വരും. ഇതൊരു പ്രധാന അധ്യാപികയുടെ മാത്രം വീഴ്ചയല്ല. സുരക്ഷ ഉറപ്പാക്കേണ്ട കാര്യത്തിൽ എഇഒയ്ക്ക് ഉത്തരവാദിത്വമുണ്ടായിരുന്നു. അവിടെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. KSEBക്ക് വിവിധ തലത്തിലുള്ള വീഴ്ച സംഭവിച്ചു എന്ന് KSEBയുടെ 2 അന്വേഷണ റിപ്പോർട്ടുകൾ ഇന്നലെ അപകടമുണ്ടായി 2 മണിക്കൂറിനകം തന്നെ വൈദ്യുതി മന്ത്രിക്ക് മുന്നിലും എത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ആർക്കെതിരെ നടപടിയെടുക്കണം എന്ന കാര്യം വിശദമായി പരിശോധിക്കാൻ സേഫ്റ്റി കമ്മീഷണർക്കാണ് വൈദ്യുതി വകുപ്പ് നിർദ്ദേശം നൽകിയത്. ആ റിപ്പോർട്ട് വരുന്ന മുറക്ക് വൈദ്യുതി വകുപ്പിലും ചില നടപടികൾ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ മറുവശത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം അവിടെയും നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്ന വസ്തുത ബാക്കി നിൽക്കുന്നു. കാരണം ഈ സ്കൂളിന് ഈ അധ്യയന വർഷം ആദ്യം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ അപകടാവസ്ഥയിലായ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഇല്ല എന്ന് കാണിച്ചുകൊണ്ടാണ് മൈനാഗപ്പള്ളി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ നടപടി ഉണ്ടായിരിക്കുന്നു. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് നടപടി. കെ.ആർ. സാജു ആണ് വിവരങ്ങൾ നൽകിയത്.